ന്യൂനപക്ഷ പ്രീണനം, വ്യാജ പ്രചാരണത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ എറണാകുളം ടൗൺ ഹാളിൽ ഇതിന് ബദലായി വിശ്വ ഹിന്ദു പരിഷത്തുകാരാണെന്ന് തോന്നുന്നല്ലേ ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ഇന്നലെയോ മിനിയാന്നോ ആണെന്ന് തോന്നുന്നു ദീപിക പത്രത്തിൽ, പൊതുവെ അത് കത്തോലിക്കരുടെ പത്രം, വിശേഷിച്ച് സുറിയാനി റോമൻ കാത്തലിക്സ് വിഭാഗത്തിൻ്റെ പത്രം എന്നറിയപ്പെടുന്ന ദീപിക പത്രത്തിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് RV ബാബുവിൻ്റെ ഒരു ലേഖനം വന്നിട്ടുണ്ട്, ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് ഉള്ളൊരു ലേഖനം. അപ്പോൾ അതിൽ ന്യൂനപക്ഷ പ്രീണനം മുസ്ലിം പ്രീണനമാണ് ഇതിനെക്കുറിച്ചാണ് എഴുതിയേക്കണമെങ്കിലും അതിൻ്റെ ഹെഡിങ് ന്യൂനപക്ഷ പ്രീണനം എന്നാണ്. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോൾ ഈ ക്രൈസ്തവർ അതിൽ വരുന്ന ആ പേരിൽ വരുമല്ലോ, എന്നിട്ട് പോലും ആ പത്രം അത് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട വിഷയം. അതായത് ന്യൂനപക്ഷം എന്നൊരു ടേമിൽ വാസ്തവത്തിൽ കേരളത്തിൽ വിവക്ഷിക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ഒരു ടേം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ ക്രൈസ്തവർ പല സന്ദർഭങ്ങളിൽ, വളരെ അപൂർവം ചില സന്ദർഭത്തിൽ, സവിശേഷമായ ചില സന്ദർഭങ്ങളിൽ ക്രൈസ്തവർ ഉൾപ്പെടുന്നു എന്നല്ലാതെ പൊതുവിൽ അത് വ്യവഹരിക്കപ്പെടുന്നത് മുസ്ലിം എന്ന പേരിലാണ്, അല്ലെങ്കിൽ മുസ്ലിം എന്ന അർത്ഥത്തിലാണ്, വിവക്ഷയിലാണ്. അത് അങ്ങനെ ഒരു വിവക്ഷ ഉണ്ടാക്കി തീർക്കുന്നതിൽ ഇവിടുത്തെ മുഖ്യധാര പാർട്ടികളും മാധ്യമങ്ങളും എല്ലാം വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വെറും ഒരു സംഘപരിവാർ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു പൊതുബോധമല്ല. അതുകൊണ്ട് ന്യൂനപക്ഷ പ്രീണനം എന്ന പേരിൽ ദീപിക പത്രത്തിൽ RV ബാബുവിന് ലേഖനം എഴുതി മുസ്ലിങ്ങളെ ഭർത്തിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അത് കൺവേ ചെയ്യുന്നത് എപ്പോഴും മുസ്ലിങ്ങളെയാണ് എന്നുള്ളത് ആ പത്രത്തിനും അറിയാം, വായിക്കുന്ന ആളുകൾക്ക് അറിയാമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഗതി അതിനകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോഴും പൊതുവിൽ മുസ്ലിങ്ങളെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പല നേതാക്കന്മാരും, അദ്ദേഹം മാത്രമല്ല, ഞാൻ ഈ സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശൻ ഒരു ഒറ്റപ്പെട്ട വ്യക്തിയല്ല എന്ന് സൂചിപ്പിക്കാൻ പറയുകയാണ്. സമീപകാലത്ത് കൊയിലാണ്ടിയിലൊരു സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടായി. അത് പത്മശാലിയ എന്ന് പറയുന്ന ചാലിയ സമുദായത്തിൻ്റെ നെയ്ത്ത് തൊഴിലായിട്ടുള്ള ഒരു വിഭാഗമാണ് ചാലിയന്മാർ. വിശേഷിച്ചും വടക്കേ മലബാറിലാണ് അത് കൂടുതൽ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അപൂർവമായിട്ട് കേരളം ഈ കമ്മ്യൂണിറ്റിയുടെ ഒരു വലിയ സംഘടനയാണ് കേരള പത്മശാലിയ സംഘം എന്നുള്ളത്. അവരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടായി. അപ്പോൾ അവിടെയും ഇതേമാതിരി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്താണോ പറയുന്നത് അത് തന്നെയാണ് പറയുന്നത്. ഒരു നേതാവ് ഒരു അഡ്വക്കേറ്റ് നിന്ന് സംസാരിക്കുന്നത് ഇത് തന്നെ, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ നാട്ടിൽ നമുക്കൊന്നും അവസരങ്ങൾ കിട്ടാത്തത് എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിനകത്ത് ഇങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ വലിയ രീതിയിൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പ്രായോജകരും പ്രണേതാക്കളുമായ ആളുകൾ എന്നുള്ളതാണ്. ജനങ്ങളുടെ ഇടയിൽ മുസ്ലിങ്ങളെ ഇവിടുത്തെ മാറി വരുന്ന ഭരണകൂടങ്ങൾ, അത് UDF-നെ കുറിച്ചായിരുന്നു ആദ്യകാലത്ത് ഏറ്റവും കൂടുതൽ പ്രചാരണം. മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രചാരണം UDF-ന്. അതിനൊരു സാധ്യതയുള്ളതെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് അവരുടെ കക്ഷിയായിട്ട് എപ്പോഴും UDF-നകത്ത് ഉണ്ടായിരുന്നതാണ് അതിനൊരു കാരണമായിട്ട് പറയാവുന്നത്. അപ്പോൾ UDF-നെ കുറിച്ചായിരുന്നു എപ്പോഴും ഒരു ആരോപണം ഉണ്ടായിരുന്നത്, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന പാർട്ടി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു മുന്നണി എന്ന രീതിയിൽ. എങ്കിലും LDF-നെ കുറിച്ചും തരാതരം പോലെ അത് പറയാറുണ്ട്. വിശേഷിച്ചും സംഘപരിവാർ വൃത്തങ്ങളിൽ നിന്ന് പറയുന്ന ഒരു നിരന്തരമായൊരു പ്രചാരണം ഈ LDF UDF മുന്നണികൾ മാറി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന ആളുകളാണെന്നുള്ള പ്രചാരണം അവർ വളരെ പണ്ട് മുതലേ പ്രചരിപ്പിക്കുന്ന കാര്യമാണ്. കേരളത്തിനകത്ത് അതിശക്തമായ രീതിയിൽ അവർ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. വലിയ തോതിൽ പല ആളുകളുടെ ഇടയിലൊക്കെ അത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും ഇടതുപക്ഷം പിൽക്കാലത്ത് പല സന്ദർഭങ്ങളിലും മുസ്ലിം സംഘടനകളുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കാൻ, വിശേഷിച്ച് അബ്ദുൽ നാസർ മഹദിനയുടെ PDP-യുമായിട്ട് പോലും ചേർന്ന് നിൽക്കാനായിട്ട് ഒരു കാലഘട്ടത്തിൽ തയ്യാറായിട്ടുള്ള LDF ഏതാണ്ട് പൂർണ്ണമായും തന്നെ മുസ്ലിം സംഘടനകളിൽ നിന്ന് അകന്നു നിൽക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അയിത്തം പാലിച്ച് മാറ്റി നിർത്താനായിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് അവർ മാറിത്തിരികയും മുസ്ലിങ്ങളില്ലാത്ത ഒരു പരിശുദ്ധ മുന്നണി എന്ന രീതിയിലുള്ളൊരു ഇമേജ് വിശേഷിച്ച് ഹിന്ദു വിഭാഗങ്ങളിലിടയിൽ സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞതിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ അവർ അധികാരത്തിൽ ഇങ്ങനെ തുടർന്നു പോരുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ രീതിയിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടൊരു വ്യാപകമായ ഒരു അന്യവൽക്കരണം സൃഷ്ടിക്കുന്നതിൽ, അല്ലെങ്കിൽ അതറൈസേഷൻ സൃഷ്ടിക്കുന്നതിൽ വലിയൊരു തോതിൽ കേരളത്തിൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ എന്തായാലും തിരിച്ചറിയേണ്ടതുണ്ട്. തിരിച്ചറിഞ്ഞവരായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ തന്നെ കരുതുന്നത്. കാരണം അത് തിരിച്ചറിയാത്ത മുസ്ലിങ്ങൾ കേരളത്തിൽ വളരെ അപൂർവമായിരിക്കും. കാരണം മുസ്ലിങ്ങൾ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ പോലും
നിരന്തരമായി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ നിരന്തരമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന നിത്യജീവിതത്തിൽ ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാമോഫോബിയ എന്നുള്ളത്. അത് എത്രത്തിൽ ആഴത്തിൽ കേരളത്തിൽ വേരൂടിയിട്ടുണ്ടെന്നുള്ളത് ഓരോരോ സന്ദർഭങ്ങളിലും, ഒരു വീട് വിൽക്കാൻ പോകുന്ന സന്ദർഭത്തിൽ, ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ തുടങ്ങിയുള്ള നിരവധി സന്ദർഭങ്ങളിൽ അവർ അനുഭവിക്കുന്നുണ്ടാവും. അനുഭവിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരനുഭവിച്ചിട്ടില്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ സ്വന്തക്കാരോ അനുഭവിച്ച കഥകളെങ്കിലും അവർ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് അവരുടെ നിത്യജീവിതത്തിലുള്ള അനുഭവമാണ് ഇസ്ലാമോഫോബിയ എന്നുള്ളത്. അതിങ്ങനെ ആഴത്തിലാക്കുന്നതിൽ, അതിശക്തമായ ആഴത്തിലാക്കുന്നതിൽ ഇവിടുത്തെ മതേതര പാർട്ടികൾ എന്ന് പറയുന്ന, മതേതര മുന്നണികൾ എന്ന് പറയുന്ന ആളുകൾ വഹിച്ച പങ്കാണ് ഏറ്റവും നിർണായകമെന്നാണ് ഞാൻ കരുതുന്നത്, ഈ സംഘപരിവാറിനേക്കാൾ കൂടുതലായിട്ട്. എൻ്റെ ഓർമ്മ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു വലിയൊരു പ്രചാരണം, ശബരിമല പോലുള്ള ക്ഷേത്രങ്ങളിലെ വരുമാനം സർക്കാർ ഏറ്റെടുക്കുന്നു, സർക്കാരാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുസ്ലിം പള്ളികളെയോ ക്രിസ്ത്യൻ പള്ളികളെയോ തൊടാനായിട്ട് സർക്കാരിന് ധൈര്യമില്ല എന്നുള്ളൊരു പ്രചാരണം വളരെ നാളുകളായിട്ട് സംഘപരിവാർ നടത്തുന്നതാണ്. ഇത് നടത്തുന്നത് മാത്രമല്ല, ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ ആഴത്തിൽ എത്തിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ തുടങ്ങി ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാരായ ആളുകൾ വരെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പല സന്ദർഭങ്ങളിലും ഒരു ഹിന്ദു കൂട്ടായ്മയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. ഇതായിരുന്നു എന്നല്ല, ഇപ്പോഴും വർഷങ്ങൾക്ക്, എത്രയോ വർഷങ്ങൾ പ്രചാരണത്തിൽ നടത്തിയതിന് ശേഷമാണ് വി.ഡി. സതീശനെ പോലൊരു മുഖ്യധാര രാഷ്ട്രീയ നേതാവ് ഇത് നിയമസഭയിൽ ഉന്നയിച്ച് ഇതങ്ങനെയല്ല എന്ന് പറയുന്ന എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ഓർക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ നുണപ്രചാരണങ്ങൾ, സംഘപരിവാറിൻ്റെ നുണപ്രചാരണങ്ങളെ നേരിടുന്ന കാര്യത്തിൽ ഇവിടുത്തെ മുഖ്യധാര പാർട്ടികൾ വലിയ പരാജയമാണ്, അല്ലെങ്കിൽ ബോധപൂർവ്വം അവർ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മുഖ്യ പ്രശ്നമാകുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യം തന്നെ പറയാം. വെള്ളാപ്പള്ളി നടേശൻ തെരഞ്ഞെടുപ്പിന് പരാജയമായിട്ട് LDFനെ കുറ്റപ്പെടുത്തുന്ന കാര്യം അവർ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ രാജ്യസഭാ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മുസ്ലിങ്ങളെ തിരഞ്ഞെടുത്തതിൽ തുറന്ന് എതിർത്തുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ യോഗനാഥത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ പുതിയ ലേഖനം യോഗനാഥിൽ മോദിയുടെ മുഖചിത്രത്തിലുള്ള യോഗനാഥമാണ്. യോഗനാഥം SNDP യോഗത്തിൻ്റെ മുഖപത്രമാണ് യോഗനാഥം. 1,00,000 കോപ്പികൾ ഇറങ്ങുന്നുണ്ട്. ഭാഗ്യവശാൽ അതാരും വായിക്കാത്തതുകൊണ്ട് പിന്നെ ആരും അറിയണില്ലെന്ന് തോന്നുള്ളൂ. അത് റാപ്പർ പൊട്ടി, അത് SNDPയിൽ വിവാഹ പത്രിക മുറിക്കണ സമയത്ത് നിർബന്ധമായിട്ട് വരിക്കാരെ ചേർക്കും. അതാണിത്, നിർബന്ധമായിട്ട് വരിക്കാരെ ചേർക്കുമ്പോൾ അവരുടെ വീട്ടിലേക്ക് സാധനം എല്ലാ മാസത്തിൽ 2 തവണ ഇറങ്ങുന്നത്, എല്ലാ മാസവും ഇങ്ങനെ വരും. മിക്ക വീടുകളിലും റാപ്പർ പൊട്ടിക്കാതെ അവിടെ കിടപ്പുണ്ടാവും. അതുകൊണ്ട് വായിക്കുന്നില്ല. പക്ഷെ അതിൽ നല്ല ലേഖനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ എഴുതാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അത് ആരും വായിക്കുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ ഗുണവും കിട്ടുന്നില്ല, ദോഷവും കിട്ടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മോദിയുടെ മുഖചിത്രമുള്ള അതിനകത്ത് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഇത് തന്നെയാണ്. മുസ്ലിങ്ങളെ ഇടതുപക്ഷത്തിനെയും മുസ്ലിം, അതായത് ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ, ആലപ്പുഴ ഉദാഹരണമായിട്ട് പറയുന്നു, ഹിന്ദു ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് ഇവർക്ക് യാതൊരു മടിയുമില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യം അതാണ്. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ മറ്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ, രാജ്യസഭയിലേക്ക് സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ആകെ ഇപ്പോൾ മുസ്ലിങ്ങളത്തെ 3 പേരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ 5 പേര് മുസ്ലിങ്ങളുണ്ട്. 9 പേര് 9 MP രാജ്യസഭയിൽ നിന്നുള്ളതിൽ 5 പേര് മുസ്ലിങ്ങളാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇത് വായിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ അനീതിയാണ്, തോന്നിവാസമാണ് എന്ന് തോന്നത്തക്ക രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. മാത്രമല്ല അദ്ദേഹം വെല്ലുവിളിക്കും, നിങ്ങൾ കണക്കുകൾ വെച്ച് നിങ്ങൾ അവതരിപ്പിക്കും, ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കണക്കുകൾ വെച്ച് അവതരിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഇദ്ദേഹം ഇത് പറയുമ്പോൾ ഇതിനെ ആരാ കൗണ്ടർ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പോലെ ഒരാൾ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നവോത്ഥാന സമിതി, ഔദ്യോഗികമായി ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇത് പറയുമ്പോൾ ഇത് കൗണ്ടർ ചെയ്യാൻ ബാധ്യസ്ഥരായ ആളാരാണെന്നുള്ളതാണ്. കൗണ്ടർ ചെയ്യാൻ ബാധ്യസ്ഥരായ ഒന്നാമത്തെ ആൾ കേരള ഗവൺമെൻറ് തന്നെയാണ്. കേരള ഗവൺമെൻറ്റാണ്, മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയാണ്. പാർട്ടി സെക്രട്ടറി വളരെ വൈകി ഇതിനെ കൗണ്ടർ ചെയ്യുന്നുണ്ട്, സമീപം വളരെ വൈകിയാണ്. പക്ഷേ പാർട്ടി എന്ന രീതിയിൽ, ഗവൺമെൻറ് എന്ന രീതിയിൽ ഒരിടപെടലും അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവത്തിനെതിരായിട്ട് ഇന്നേവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത് തന്നെ മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികളും മിണ്ടുന്നില്ല, ഒരാളും മിണ്ടുന്നില്ല. നിരന്തരമായി ഇത്തരം പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളെ കൗണ്ടർ ചെയ്യേണ്ട ആളുകൾ കൗണ്ടർ ചെയ്യാതിരിക്കുമ്പോഴാണ്
ജനങ്ങളത് വിശ്വസിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. മുഖ്യധാരയിൽപ്പെടുന്ന മതേതരർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് ഇതിനെതിരെ പ്രതികരണം ഉണ്ടാകുന്നില്ല, ശബ്ദിക്കുന്നില്ല എന്നതുകൊണ്ടാണ് പലപ്പോഴും അസത്യങ്ങൾ സത്യങ്ങളായി പ്രചരിക്കുന്നത്. ഉദാഹരണം മദ്രസാധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നു എന്നുള്ള പ്രചാരണം നാളുകളായിട്ട് സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ അത് കിട്ടാത്ത ആരും ഉണ്ടാവില്ല. എല്ലാ മനുഷ്യർക്കും ഇത് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഏറ്റവും അവസാനം വന്നത് AV താമരാക്ഷൻ്റെ പേര് വെച്ചാണ്. ഏറ്റവും അവസാനം ഇത് ആരുടെയും പേര് ഇത് ചേർക്കാൻ ഇതിനകത്ത്. അങ്ങനെ AV താമരാക്ഷൻ XMLA എന്ന പേരിലാണ് ഇത് അയച്ചു തരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇത് പറഞ്ഞോ പറഞ്ഞില്ല എന്നുള്ളത് പറയാതിരിക്കാം. ഇദ്ദേഹം പറഞ്ഞതല്ല, ഇത് നേരത്തെ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ പേര് വെക്കുന്നതാണ്. ആരുടെ പേര് വേണമെങ്കിലും വെച്ച് ഇത് പ്രചരിപ്പിക്കാം. അപ്പം എണ്ണത്തിൽ കൊള്ളാവാത്തൊരു വലിയ എണ്ണം മദ്രസകൾ കേരളത്തിലുണ്ട്. ആ മദ്രസകൾക്ക് വലിയ അധ്യാപകർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കുന്ന സർക്കാരാണ്, പെൻഷൻ കൊടുക്കുന്ന സർക്കാരാണെന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണമാണ്. ഇതാരാ കൗണ്ടർ ചെയ്യുന്നത്? ഇതും കൗണ്ടർ ചെയ്യുന്നുണ്ട്. വളരെ ദുർബലമായ രീതിയിലുള്ള കൗണ്ടറാണ് വരുന്നത്. ഇതിനെ വസ്തുനിഷ്ഠമായ ശക്തമായ രീതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും മുഖ്യധാരാ പാർട്ടികളിൽ നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൗണ്ടർ ചെയ്യുന്നൊരു സംവിധാനമേ കേരളത്തിലില്ല എന്നുള്ളതാണ്. ലവ് ജിഹാദ് വേറൊരു ഉദാഹരണം. ലവ് ജിഹാദിനെ സംബന്ധിച്ചും നിരന്തരമായി ഈ വിവിധങ്ങളായിട്ടുള്ള പിന്നോക്ക ജനവിഭാഗങ്ങളുടെയൊക്കെ എല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണം ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ്. ഇപ്പോഴും മുസ്ലിം ചെറുപ്പക്കാരി ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും പ്രേമിച്ച് വശത്താക്കി, പ്രേമം നടിച്ച് വശത്താക്കി അവരെ മതം മാറ്റി അല്ലെങ്കിൽ സിറിയയിലേക്ക് അയക്കാൻ ഉപയോഗിക്കുന്നു തുടങ്ങിയുള്ള പ്രചാരണങ്ങൾ എത്രയോ നാളുകളായിട്ട് വരുന്നു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, അതായത് ഗവൺമെന്റ് ഏജൻസികൾ, അന്വേഷിക്കേണ്ട ഏജൻസികൾ, കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും പോലീസ് സംവിധാനങ്ങൾ ഇത് അന്വേഷിക്കുകയും ഇത് യാഥാർത്ഥ്യമല്ലെന്ന് പറയുകയും ചെയ്യുന്നത് നമുക്കറിയാം. നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾക്കിതറിയില്ല. ജനങ്ങൾക്ക് ഇനി ഇത് അറിഞ്ഞാൽ തന്നെ അതൊക്കെ അവരങ്ങനെ പറയും, അങ്ങനെ എല്ലാ യാഥാർത്ഥ്യം എന്ന് വിശ്വസിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പണ്ടവരോ പറഞ്ഞു വിട്ടത്, മുസ്ലിങ്ങളെ കുറിച്ച് എന്ത് ഭാവനയും നിങ്ങൾക്ക് നിർമ്മിക്കാം, എന്ത് ഭാവനയും, അനന്തമില്ലാത്ത സാധ്യതകളാണ് അതിന്. എന്ത് ഭാവന നിർമ്മിച്ചാൽ ആ ഭാവന അതേപടി വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നതിൽ കേരളത്തിൻ്റെ മുഖ്യധാരാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ആരോപണം. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രക്കധികം ഇസ്ലാമോഫോബിക് ആകുന്നത്. അതിൽ തന്നെ ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ടെന്ന് ഞാൻ പറയും. ഇടതുപക്ഷത്തിന് എന്താ പങ്ക് വരുന്നത്? ഏറ്റവും അവസാനം നടന്ന ഈ കഴിഞ്ഞ ഇലക്ഷനെ സംബന്ധിച്ച് അവർ നടത്തുന്ന ഒരു പ്രചാരണം, AK ബാലൻ, നമ്മൾ വെള്ളാപ്പള്ളി നടേശനെയൊക്കെ പറയുന്നതിനേക്കാൾ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. വെള്ളാപ്പള്ളി നടേശനൊക്കെ ചെറിയ ആൾക്കാരാണ്. ഈ പറഞ്ഞ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഇടവർ എത്ര പേര് വോട്ട് ചെയ്യും? വളരെ കുറച്ച് പേരെ വോട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ ഇതിനോട് SNDP എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഇലക്ഷൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആരെ ജയിപ്പിക്കാൻ പറഞ്ഞു അവരെ തോൽപ്പിക്കുകയും ആരെ തോൽപ്പിക്കാൻ പറഞ്ഞു അവരെ ജയിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു കേരളത്തിന് അന്തരീക്ഷം. അങ്ങനെയായിരുന്നു. നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട്. VM സുധീരൻ തുടങ്ങി വിഷ്ണുനാഥ് തുടങ്ങി എത്രയോ ആളുകളുടെ അനുഭവങ്ങളുണ്ട്. അതെല്ലാം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഇഴവർ കേട്ടിട്ടൊന്നുമില്ല. പക്ഷേ ഇഴവർ കേൾക്കും. പിണറായി പറഞ്ഞാൽ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനേക്കാൾ സ്വാധീനം പിണറായി വിജയനാണ് ഇഴവ സമുദായത്തിൽ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ AK ബാലനെ പോലെയുള്ള അവരുടെ പാർട്ടിയുടെ നേതാവ് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ വസ്തുത എന്താണ്, അല്ലെങ്കിൽ അയാളുടെ ആരോപണം എന്താണ്? ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാരും SDPക്കാരും പോപ്പുലർ ഫ്രണ്ട് എന്നാണ് പറയുന്നത്, SDPക്കാരും കൂടി ചേർന്നാണ് ഇവരെ ഇടതുപക്ഷത്തിനെ തോൽപ്പിച്ചത്, വലതുപക്ഷത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നത്. ഇതുവരെ നിരന്തരമായി എപ്പോഴും ഈ ആരോപണം ഇങ്ങനെ ഏതെങ്കിലും മുസ്ലിം സംഘം, ഇപ്പം അവരുള്ളതുകൊണ്ട് അവരില്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുസ്ലിം സംഘടന പേര് വരുമോ? അത്രേ ഉള്ളൂ. അവരുള്ളതുകൊണ്ട് അവരുടെ കുറച്ചും കൂടി ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ചാടിക്കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ തലയിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സംഘാടകത്വത്തോടുള്ള ഒരു ഭയം വളരെ നാളുകളായിട്ട് ഇവരുടെ ഇടയിൽ ഈ ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ മുസ്ലിം പ്രാതിനിധ്യത്തിൻ്റെ കണക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. മുസ്ലിം പ്രാതിനിധ്യം ഇപ്പോൾ ഏറ്റവും അവസാനത്തെ വന്ന കണക്ക് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കണക്കാണ്. കേരള നിയമസഭയിൽ മന്ത്രി തന്നെ പുറത്തു വന്ന കണക്കനുസരിച്ച് മുസ്ലിം പ്രാതിനിധ്യമാണ് ഏറ്റവും കുറവെന്നുള്ളത് മനസ്സിലാക്കി. ഇവിടുത്തെ അവരുടെ മുസ്ലിങ്ങളുടെ ജനസംഖ്യ എത്രയാണെന്ന് ജനസംഖ്യാ കണക്കെടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം. എത്ര ജനസംഖ്യ ഉണ്ടെന്ന് നമുക്കറിയാം. കഴിഞ്ഞ 26 സംതിങ് ആണ് കഴിഞ്ഞ സെൻസസിലേത്.
അവരുടെ പ്രാതിനിധ്യം അതിൻ്റെ പകുതിയോളമുള്ളൂ. പകുതിയോളം പ്രാതിനിധ്യം മാത്രമല്ല. ആ പ്രാതിനിധ്യത്തിൻ്റെ ക്ലാസ് തിരിച്ച് വന്നിട്ടില്ല. ക്ലാസ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രാതിനിധ്യം 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ് ഉദ്യോഗങ്ങളിലായിരിക്കും. 1-2 ക്ലാസ്സിൽ ഈ പറഞ്ഞ ഒരു വിഭാഗത്തിന് വീഴവർക്ക് 1 ലക്ഷത്തിൽ ചെല്ലാൻ ഉദ്യോഗങ്ങളുണ്ട്. ഈ 1 ലക്ഷത്തിൽ ചെല്ലാൻ ഉദ്യോഗങ്ങളുടെ കണക്ക് ക്ലാസ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അത് 3-ലും 4-ലും ആയിരിക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട. 90% തസ്തികകൾ അവിടെയാണ്. 1-2 തസ്തികളിലെല്ലാം ഇവർക്ക് പ്രാതിനിധ്യം വളരെയധികം കുറവാണ്. അങ്ങനെ ഒരിക്കലും ക്ലാസ് തിരിച്ചുള്ള കണക്ക് ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ക്ലാസ് തിരിച്ച കണക്കേ വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് 1957 മുതൽ ഇപ്പോൾ വരെയുള്ള ചീഫ് സെക്രട്ടറിമാരുടെ മുഴുവൻ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരൊറ്റ മലയാളി മുസ്ലിം പോലുമില്ല. 48 ചീഫ് സെക്രട്ടറിമാരുണ്ടായി കേരളത്തിൽ. 48 ചീഫ് സെക്രട്ടറിമാരിൽ 3 ഒരു ഈഴവൻ, ഒരു നാടാർ സമുദായത്തിൽപ്പെട്ട ആള് ഉണ്ടായിരുന്ന OBC വിഭാഗത്തിൽ വന്നേക്കാണ്. ഒരു ഈഴവനും ഒരു നാടാർ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഒരു UP-കാരൻ മുസ്ലിം മുഹമ്മദ് റിയാസുദ്ദീൻ ഏതാനും മാസങ്ങൾ മാത്രം നിന്നിരുന്നു. ഒരു മലയാളി മുസ്ലിം പോലും ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്നില്ല കേരളത്തിൽ. DGP-മാരുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ പട്ട IG ആയിരുന്നു. ഇപ്പോഴത്തെ ദർവേസ് സാഹിബ് മാത്രം, പിന്നെ കുറച്ച് നാൾ ഒരു മുസ്ലിം കൂടി ഉണ്ടായിരുന്നു മാത്രമല്ല, കുറച്ച് നാൾ. ബാക്കിയുള്ള ഈഴവരാണെങ്കിൽ 2 പേരുണ്ടായിരുന്നുള്ളൂ. ഒന്ന് മോഹൻ ഗോപാൽ സാറിൻ്റെ അച്ഛനും പിന്നെ സെൻകുമാറും. വേറെ ആരും ഉണ്ടായിട്ടില്ല. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളിൽ, നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന തസ്തികകളിൽ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റികൾക്ക് ഒന്നും തന്നെ പ്രാതിനിധ്യമില്ല എന്നുള്ളൊരു തെളിവാണ് ഞാൻ ഈ പറയുന്നത്. അത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ കണക്കുകളോട് എടുത്തു കഴിഞ്ഞാലും, കേന്ദ്രത്തിലെ സെക്രട്ടറിമാരുടെ കണക്കെടുത്ത് കഴിഞ്ഞാലും, കേരളത്തിലെ IAS ഉദ്യോഗസ്ഥന്മാരുടെ കണക്കെടുത്താലും ഈ പ്രാതിനിധ്യക്കുറവ് കാണാൻ കഴിയും. സുപ്രീം കോടതി ജഡ്ജിമാരിൽ 15 ജഡ്ജിമാർ ഒറ്റ സമുദായത്തിൽ നിന്ന് വരികയാണ്. ബ്രാഹ്മണർ എന്ന് പറഞ്ഞ ഒറ്റ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രം 15 ജഡ്ജിമാരും വരുന്ന സംവിധാനമാണ് സുപ്രീം കോടതിയിൽ നിൽക്കുന്നത്. കേന്ദ്ര സെക്രട്ടറിമാരിൽ 90 പേരിൽ 3 പേർ മാത്രമാണ് OBC വിഭാഗത്തിൽ വരുന്നത്. അതുതന്നെയാണ് നമുക്കിപ്പോൾ കാണാവുന്ന കണക്കിലും. കേരളത്തിലെ കണക്ക് വന്നിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ക്ലാസ് തിരിച്ചുള്ള കണക്ക് വന്നില്ലെങ്കിൽ പോലും മൊത്തം പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി മുസ്ലിങ്ങളാണ്. അവരെയാണ് പ്രീണിപ്പിക്കുന്നതെന്നാണ് നിരന്തരമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക്സഭയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 1980-ലും 84 ഈ കൊല്ലങ്ങളിൽ നടന്ന ഇലക്ഷനിൽ മാത്രമാണ് മുസ്ലിങ്ങളിൽ ഏതാണ്ട് 49ഓളം പേര് വരുന്നത് പാർലമെന്റിൽ. അവരുടെ ജനസംഖ്യാ കണക്കനുസരിച്ച് 77-80 MP-മാർ ലോക്സഭയിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണത്. ആ കമ്മ്യൂണിറ്റിക്കകത്ത് ഇപ്പോൾ വെറും 24 പേരാണ്. 543 അവസാനത്തെ ഇപ്പോഴത്തെ പാർലമെന്റിൽ 543-ൽ 24 പേർ മാത്രമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. ഒറ്റ മന്ത്രിമാർ പോലുമില്ല. BJP വന്നതിന് ശേഷം ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്നത് തന്നെ, മുസ്ലിങ്ങളെ മത്സരിപ്പിക്കുന്നത് തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. അഥവാ മത്സരിപ്പിച്ചാൽ തോൽക്കുന്ന മണ്ഡലങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് ആസൂത്രിതമായി മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ പഠനങ്ങൾ ലേറ്റസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഈ പാർലമെന്റിലെ പഠനങ്ങൾ, ആ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ആസൂത്രിതമാണെന്നുള്ളതാണ്. ഇന്നൊന്നേ തുടങ്ങിയതല്ല. സർദാർ പട്ടേലിന്റെ കാലം തുടങ്ങിയുള്ള ആസൂത്രണമാണ്. സർദാർ പട്ടേൽ, നെഹ്റു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയുള്ള കോൺഗ്രസ് ഗവൺമെന്റുകൾ തുടങ്ങി ആസൂത്രിതമായിട്ട് തന്നെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം കുറക്കുന്നതിന് വേണ്ടി അവരുടെ സ്ഥാനാർത്ഥികളെ മാക്സിമം സ്ഥാനാർത്ഥികളെ കുറക്കുകയും നിർത്തുന്ന സ്ഥാനാർത്ഥികളെ മുസ്ലിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങളിൽ നിർത്തുകയും, ഇതൊക്കെ വളരെ ആസൂത്രിതമായിട്ട് ചെയ്തുകൊണ്ട് എപ്പോഴും അവർ അണ്ടർ റെപ്രസെന്റഡ് ആയിട്ട് നിർത്താൻ വേണ്ടി ചെയ്തു വരുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുൻപ് വട്ടമേശ സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ ഡോക്ടർ അംബേദ്കർ പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജനപ്രതിനിധി സഭകളിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം നൽകണം. ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് ഡ്യൂ ആൻഡ് അഡിക്വേറ്റ് ഷെയർസ് എല്ലാ കമ്മ്യൂണിറ്റികൾക്കും, ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, എല്ലാ കമ്മ്യൂണിറ്റികൾക്കും നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പക്ഷേ അതൊരിക്കലും നടന്നില്ല. അങ്ങനെ നടന്നില്ലെങ്കിൽ ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഏതാനും ചില കമ്മ്യൂണിറ്റികൾ മാത്രമായിരിക്കും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകണ്ടായി. ആ മുന്നറിയിപ്പ് തന്നെയാണ് നടക്കുന്നത്. ഇതിൻ്റെ ഒരു ഫലം എന്താണ്? ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഒഴികെ വേറെ ഓരോടത്തും സ്ത്രീകൾക്ക് പ്രാതിനിധ്യമില്ല എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ്? തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ 50% സീറ്റുകൾ സ്ത്രീകളാണ്. ഇപ്പോൾ ഒരു തദ്ദേശ ഭരണ സ്ഥാപനമാണിതെങ്കിൽ അപ്പുറത്തിരിക്കുന്ന മുഴുവൻ ആളുകളും സ്ത്രീകളായിരിക്കും. അതിന്റെ കാരണം 50% സീറ്റുകൾ അവർക്ക് റിസർവ് ചെയ്തു വെച്ചതുകൊണ്ടാണ്. ഈ റിസർവേഷൻ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമേ പാർലമെന്റിലും നിയമസഭയ്ക്കകത്തും പാർലമെന്റിലുള്ളൂ, ലോക്സഭയിലുള്ളൂ. മറിച്ച് മറ്റൊരു കമ്മ്യൂണിറ്റിക്കും, മുസ്ലിങ്ങൾക്കോ OBC വിഭാഗങ്ങൾക്കോ അങ്ങനെയുള്ളൂ സംവിധാനം, ലെജിസ്ലേച്ചറിനകത്ത് പ്രാതിനിധ്യം നൽകുന്നതിനുള്ള സംവിധാനം നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഡിമാൻഡ് സർദാർ പട്ടേൽ ഉൾപ്പെടെയുള്ള ആളുകൾ ആസൂത്രിതമായി വഞ്ചനാപരമായ ആ ഡിമാൻഡിനെ അവർ അട്ടിമറിക്കണേത്.
അങ്ങനെ അട്ടിമറിച്ചതുകൊണ്ട് ഈ പറഞ്ഞ പ്രാതിനിധ്യം കിട്ടാത്തത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് 24% 24 പേരായി ശതമാനമല്ല 24 പേരായി കുറഞ്ഞത്.